ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാഥാസ് കലാഹട്ട്. ദോശപ്പൊടിയെന്നും ഇഡലിപ്പൊടിയെന്നും അറിയപ്പെടുന്ന എണ്ണയിൽ ചാലിച്ച് കഴിക്കുന്ന ഒരു ചട്നി പൊടിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ ഈ ഒരു ചട്നിപ്പൊടിയും ഒരല്പ എണ്ണയും നല്ലൊരു കിടു കോമ്പിനേഷനാണ്. ഈ ഒരു പൊടി തയ്യാറാക്കുകയാണെങ്കിൽ 6 മാസത്തോളം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. വീട്ടിൽ ഇഡലിയും ദോശയും ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് പൊടിയെടുത്ത് നല്ല വെളിച്ചെണ്ണയിൽ ചാലിച്ച് ഇതുപോലെ ഒരു ദോശ കഷ്ണം അതിൽ മുക്കി വായിലിടണം. ആഹാ, എന്താ ടേസ്റ്റ്! ഇനി ഈ ദൊഡ്ഡലിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ചട്നിപ്പൊടിയുടെ മെയിൻ ചേരുവ ഉഴുന്നാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അളവിൽ ഉഴുന്നുപരിപ്പാണ്. ഇനി നമുക്ക് വേണ്ടത് സാമ്പാർ പരിപ്പ് അഥവാ തുവരപ്പരിപ്പാണ്. നേരത്തെ കാണിച്ച സ്റ്റീൽ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അളവിൽ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് പച്ചരിയാണ്. 1/2 ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ കുരുമുളക്. പിന്നെ വേണ്ടത് കായം, വറ്റൽമുളക്, കരിവേപ്പില. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15 വറ്റൽമുളകുകളാണ്. പിന്നെ ഇതുപോലെ ഒരു പീസ് കായം, അതുപോലെ 3-4 തണ്ട് കരിവേപ്പില. ഇവിടെ പൊടിയായ കായമല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ കട്ട ആയിട്ടുള്ള കായമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചേരുവകളും പിന്നെ ഉപ്പും മതിയാകും നമ്മുടെ ദൊഡ്ഡലിപ്പൊടി തയ്യാറാക്കാൻ. ആദ്യം തന്നെ അടുപ്പത്ത് ചൂടാക്കി വെച്ചിരിക്കുന്ന ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ആ ഒരു പീസ് കായം മുറിച്ചിട്ട് കൊടുക്കുകയാണ്. കായം നന്നായി മൂത്ത് വരുമ്പോൾ നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് 2 ഗ്ലാസ് അളവിലുള്ള ആ ഉഴുന്ന പരിപ്പെടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. ഉഴുന്ന പരിപ്പിൻ്റെ പച്ചപ്പ് മാറി വായിലിട്ട നല്ല കരുകരുന്നുള്ള ആ ഒരു പരുവം വരുമ്പോഴത്തേക്ക് നല്ല ബ്രൗൺ നിറമാവുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വറക്കാൻ പോകുന്നത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് നല്ലപോലെ ബ്രൗൺ നിറം വന്നതിൻ്റെ പച്ചപ്പെല്ലാം മാറി നല്ല കരുകര എന്നുള്ള പരുവം വരുമ്പോഴത്തേക്കും നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ പച്ചരി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. പല സ്ഥലങ്ങളിലും പച്ചരി ചേർക്കുന്നതായിട്ട് കാണാറില്ല. പച്ചരി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കിട്ടും, കൂടുതൽ അളവും ലഭിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അരിയോടൊപ്പം തന്നെ ഇട്ട് കറിവേപ്പിലയും വറുത്തെടുക്കുകയാണ്. നമ്മൾ ഇതിലൊന്നും തന്നെ എണ്ണ ഉപയോഗിക്കുന്നില്ല. അടുത്തതായി നമ്മൾ 1.5 ടീസ്പൂൺ കുരുമുളക് വറുത്തെടുക്കാൻ പോവാണ്. ഇതിലേക്ക് തന്നെ നമ്മൾ വറ്റൽ മുളകും കൂടെ ചേർത്ത് രണ്ടും കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ചേരുവകളും ഇതുപോലെ വറുത്തെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് അത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സിയിലേക്ക് കായം, അതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, കുരുമുളക്, പച്ചരി, കരിവേപ്പില, ഇതോടൊപ്പം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ് ഇത്രയും ചേർത്ത് ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. നമ്മളിത് വറക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ വറക്കുക. ഞാനിതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഇത്രയും ചേരുവകൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തീരെ അങ്ങ് പൊടിഞ്ഞു പോകരുത്. ചെറിയ തരികൾ അതിൽ നമുക്ക് വേണം, എങ്കിലേ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്ന ദൊഡ്ഡലിപ്പൊടി തയ്യാറായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ 6 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും. ഇനി അഥവാ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 വർഷം വരെയും ഇത് കേടുകൂടാതെ ഇരിക്കുന്നതാണ്. നമ്മൾ കഴിക്കാൻ നേരം ആവശ്യാനുസരണം എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി
അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത്, വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് ചാലിച്ചെടുത്തിട്ട് ആണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.